ഇന്ന് ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം തിരിച്ച് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് വിയറ്റ്നാമിൽ നിന്ന് വിമാനം കയറി ബാംഗ്ലൂർ എത്തി, ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിൻ കയറി പാലക്കാട് സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങി ഇപ്പൊ നേരെ വീട്ടിലേക്ക് കയറി പോവാണ്. വീട്ടിൽ പോയത് ഒരുപാട് നാളുകൾക്ക് ശേഷം എന്നെ കണ്ട സന്തോഷമാണ് അച്ഛമ്മന്റെ മുഖത്ത്. അങ്ങനെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ. നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ഇതുപോലെ നമ്മളെ കാത്തിരിക്കാൻ അമ്മൂമ്മമാരുണ്ടെങ്കിൽ അതിന്റെ ഒരു സുഖം വേറെ തന്നെയാണ്. സത്യം പറഞ്ഞ എന്റെ യൂട്യൂബ് ചാനലിൽ എന്നേക്കാൾ ഫാൻസ് എന്റെ അച്ഛമ്മയ്ക്കാണ്. അങ്ങനെ അച്ഛമ്മന്റെ വിശേഷം പറയാൻ തുടങ്ങി. കോഴി 10 മുട്ടയിട്ടു, 2 അമ്മ പൊരിച്ചു, പരുന്ത് വന്നു, കോഴിത്തീറ്റ കഴിഞ്ഞു. ഇതന്നെ അച്ഛമ്മന്റെ വർത്താനം. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വന്നപ്പോ അച്ഛമ്മ ഭയങ്കര ഹാപ്പി. പിന്നെ ഇപ്പൊ പുതിയ വീടിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറിയപ്പോ ദാ നിൽക്കണു അച്ഛമ്മന്റെ കോഴി. വീടിന്റെ 1ാം നില കഴിഞ്ഞ് 2ാം നില കെട്ടാനായിട്ട് ഇതുപോലെ ഇഷ്ടികളൊക്കെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ റൂമിക്ക് വന്ന് കുറച്ചു നേരം കിടക്കാന്നുകൊണ്ട് ബെഡിൽ ഒന്ന് കിടക്കുകയാണ്. അങ്ങനെ ഒന്ന് ഉറങ്ങിയാണിട്ട് ഞാൻ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടുത്തെ ആളുകൾ കൈകൊണ്ട് തുന്നിയുണ്ടാക്കിയ ഒരു ബൊമ്മക്കുട്ടി വാങ്ങിച്ചു. പിന്നെ അവിടുത്തെ ആളുകൾ പാട്ട് പാടുന്ന സംഭവമാണ് ഈ കാണുന്ന സാധനം. പിന്നെ ഇത് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. ഹാരി പോട്ടർ സിനിമ കണ്ടവർക്ക് ഇത് മനസ്സിലാവും. പിന്നെ അച്ചമ്മയ്ക്ക് ഇതുപോലെ ഒരു പേഴ്സ്. അച്ചമ്മയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനമാണ്. കാരണം അച്ചമ്മന്റെ നിലവിലുള്ള പേഴ്സ് ഇതാണ്. പേഴ്സിന്റെ ലുക്ക് നിങ്ങൾ നോക്കണ്ട. പേഴ്സ് തുറന്നു എന്ന് പറഞ്ഞാൽ ബാങ്കിൽ കൂടാതെ വെറുതെ ചെലവിന് വെച്ചിരിക്കുന്ന പൈസയാണത്. ആ പൈസ പുതിയ പേഴ്സിൽ വെച്ചപ്പോൾ വേറെയും ചില്ലറുകൾ ഉണ്ട്, 50 ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എടുത്ത് തരികയാണ്. ഇതുപോലെ അമ്മയ്ക്കും ഫ്രണ്ട്സിനും ഇതുപോലെ പേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അവിടുന്ന് കുറെ ഇതുപോലെ മുട്ടായികൾ വാങ്ങിച്ചു. പക്ഷെ കൊടുത്ത ആർക്കും ഇത് ഇഷ്ടമായില്ല. അങ്ങനെ നാട്ടിലേക്ക് വന്നത് ആദ്യം പോയത് ഞാൻ തമിഴ്നാട് ബിരിയാണി കഴിക്കാനാണ്. ഈ ബിരിയാണിയിൽ കുറച്ച് കായ്ച്ചാറ് വെച്ച് കഴിക്കണതിന്റെ സുഖം ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. അത് കഴിഞ്ഞത് ഞാൻ എന്റെ ഗേൾ ഫ്രണ്ടിനെയും വിളിച്ച് ഓരോ കാര്യങ്ങൾ സംസാരിച്ച് റൈഡ് പോവാണ്. അവൾക്കും കുറെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ ക്യാമറയിൽ കാണിക്കുന്നില്ല. അങ്ങനെ രണ്ടുപേരും നല്ല തമിഴ്നാടൻ ചായയും കോഫിയൊക്കെ കുടിച്ച് അവിടെ നിന്ന് നല്ല ബിരിയാണി കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ അമ്മ എനിക്ക് ഇഷ്ടപ്പെട്ട മാന്തള മീനും മുള്ള മീനും മുട്ട വറുത്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും കൂട്ടി നല്ലൊന്ന് ചോറും കഴിച്ച് അച്ഛമ്മന്റെ അടുത്ത് പോയി എന്റെ വിയറ്റ്നാമത്തെ കഥകൾ കുറച്ച് എരിവും പുളിയൊക്കെ ചേർത്ത് നല്ലപോലെ തള്ളിയിട്ട് പറയാണ്. അപ്പൊ ശരി, അച്ഛമ്മന്റെ കഥ പറഞ്ഞിട്ടിരിക്കട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് വരാം.